The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello everyone, how are you all? I hope you all are fine and safe at home. So കഴിഞ്ഞ ക്ലാസ്സിൽ നൈന ടീച്ചറാണ് വേർഡ് എടുത്തത് അല്ലേ? മനസ്സിലായോ എല്ലാം? യെസ്, പാരഗ്രാഫ് ഫോർമാറ്റിങ്ങിനെ കുറിച്ചൊക്കെ പഠിച്ചു, റൈറ്റ്? ആൻഡ് ഇനിയും ടെക്സ്റ്റ് ബുക്സ് വാങ്ങാത്തവർ കുറേ പേരുണ്ട്. സോ ട്രൈ ടു ബൈ സൂൺ. ഓക്കെ, then rainy season ആണ്. So drink hot water and eat healthy foods. Okay, and be safe at home. Okay children, so let's start our session, right? So കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാരഗ്രാഫ് ഫോർമാറ്റിങ്ങിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? Now we are going to study about the alignments. So what do you mean by alignment? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഒരു അലൈൻഡ് ആയിട്ടുണ്ടാവും, റൈറ്റ്? ഒരു ജസ്റ്റിഫൈഡ് ആയിട്ടുണ്ടാവും paragraphs ഒക്കെ, right? So you know that there are 4 types of alignments. What are they? Yes, left alignment, right alignment, center alignment and justified, right? So now you can see a paragraph here, right? എങ്ങനെയുണ്ട് ഈ പാരഗ്രാഫ് ഇപ്പോ? മിസ്മാച്ച് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ? കാരണം എന്താ, ഹെഡിങ് ഒരു സൈഡിൽ കിടക്കുന്നുണ്ട്, പാരഗ്രാഫ് ഒക്കെ ഓരോ സൈഡായിട്ടാണ് വന്നിരിക്കുന്നത്, റൈറ്റ്? Not look good, അല്ലേ? ഒരു അട്രാക്റ്റീവ് ആയിട്ടില്ല. സോ പാരഗ്രാഫ് അലൈൻമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാർജിൻ പേജ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അട്രാക്റ്റീവ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യാൻ പോവാം. ഓക്കെ, സോ വി നോ ദാറ്റ് ദർ ആർ 4 ടൈപ്സ് ഓഫ് അലൈൻമെന്റ്സ് അല്ലേ? ക്യാൻ യു സീ ഹിയർ? കാണുന്നുണ്ടോ? ദർ ആർ 4 അലൈൻമെന്റ്സ്. പാരഗ്രാഫ് എന്ന കോളത്തില് കാണുന്നുണ്ടോ? 1 2 3 4, റൈറ്റ്? ദർ ആർ 4 അലൈൻമെന്റ്സ്. ദി ഫസ്റ്റ് വൺ ഈസ് left alignment. Okay, the second one is center alignment. Then the third one is right alignment and the fourth one is justified. Okay, so left എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കാം. സോ ഈ ലെഫ്റ്റ് അലൈൻമെന്റ് നമ്മൾ ലെഫ്റ്റിലേക്കാണ് നമ്മൾ എല്ലാ പാരഗ്രാഫും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? വി വിൽ യൂസ് ബാക്ക് സ്പേസ് കീ, റൈറ്റ്? അതിന് പകരം വി ക്യാൻ സെലക്ട് ദി paragraph. Okay, ആദ്യം paragraph select ചെയ്യാം, then click on left alignment. So can you see the change? എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു, കാണുന്നുണ്ടോ? See the left edge is neatly justified. ലെഫ്റ്റിലുള്ള എല്ലാ പാരഗ്രാഫും നീറ്റ് ആയിട്ട് ജസ്റ്റിഫൈഡ് ആയി, റൈറ്റ്? Now we can see the center. സെന്ററിലുള്ള ചേഞ്ച് നോക്കാം. When you click on center, see the text, എല്ലാ ടെക്സ്റ്റും കറക്റ്റ് സെന്ററിലേക്ക് വന്നു അല്ലേ? സോ മെയിൻ ആയിട്ട് നമ്മൾ സെന്റർ അലൈൻമെന്റ് എന്തിനാ യൂസ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഹെഡിങ്സിൽ അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഹെഡിങ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ? സെന്ററിലായിരിക്കും ഉണ്ടാവുക, റൈറ്റ്? സോ നമ്മൾ ഇവിടുത്തെ ഹെഡിങ് എന്താ? വോൾക്കാനോസ്, റൈറ്റ്? സോ ജസ്റ്റ് സെലക്ട് ദി വോൾക്കാനോസ് ആൻഡ് ഗോ ആൻഡ് ക്ലിക്ക് ഓൺ സെന്റർ അലൈൻമെന്റ്. അപ്പൊ വോൾക്കാനോ കറക്റ്റ് സെന്ററിൽ വന്നു, റൈറ്റ്? Then the next alignment എന്താന്ന് നോക്കാം. Select the paragraphs. The next one is right alignment. See, in the right side all the paragraph, all the lines has been neatly justified, right? Left alignment ആണെങ്കിൽ എന്താ ചെയ്യാ? ലെഫ്റ്റ് അലൈൻമെന്റ്, ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ പാരഗ്രാഫും നീറ്റ് ആയിട്ട് justified out. Now we have used right alignment. So right alignment ഉള്ള എല്ലാ പാരഗ്രാഫ്സും എല്ലാ ലൈൻസും നീറ്റ് ആയിട്ട് justified. Okay, now we are going to see what is a justified. Justified പറഞ്ഞു കഴിഞ്ഞാൽ both left and right will be neatly justified.
കണ്ടോ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അലൈൻമെന്റ്സ് കറക്റ്റ് ആയിട്ട് സെന്ററിലായിട്ട് വന്ന് അലൈൻമെന്റ് ആയി. സോ ദാറ്റ് ഈസ് കോൾഡ് എ ജസ്റ്റിഫൈഡ് അലൈൻമെന്റ്. ഓക്കെ, സോ ഇപ്പൊ നമ്മള് ഷോർട്ട് കട്ട് കീസ് ആയിട്ടുള്ള പാരഗ്രാഫിൽ നിന്നാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നൈന ടീച്ചർ സ്പേസിങ്ങിനെ കുറിച്ച് പറഞ്ഞു, ലൈൻ സ്പേസിംഗ്. റൈറ്റ്, ഓരോ ലൈനിലുള്ള സ്പേസ് എങ്ങനെയാ ചെയ്യാന്നുള്ളത് ഈ ഓപ്ഷൻ, റൈറ്റ്, ഈ പാരഗ്രാഫ് എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ പോയി ചെയ്തത്. Right, now we are going to see the paragraph dialog box. There is a dialog box. See, can you ഇവിടെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടോ? Yes, go and click here. So a new dialog box will appear. Okay, വേഗത്തിൽ പോയി നമുക്ക് എടുക്കാം. അതല്ലാണ്ട് നമുക്കൊരു ഡയലോഗ് ബോക്സ് ആയിട്ട് പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. സോ അതില് കണ്ടോ ഓപ്ഷൻ അലൈൻമെന്റ്. So there will be 4 alignment, left alignment, center alignment, right and justified. അപ്പോൾ ഏത് അലൈൻമെന്റ് ആണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് പോയി സെലക്ട് ചെയ്യാം. ഓക്കെ, and the next one spacing before and after. റൈറ്റ്, സോ നമുക്ക് എത്ര വേണമെങ്കിലും സ്പേസിങ് കൊടുക്കാം. ഇവിടെ ചേഞ്ച് കാണുന്നുണ്ടോ? പ്രിവ്യൂ ഇവിടെ വരും. സി, നമ്മള് ചേഞ്ചസ് കൊടുക്കും തോറും we can see here the preview. Okay, then you can go and click on OK button. So automatically the document will change. Okay, so the next one is indentation. എന്താണ് indentation? നമ്മൾ പാരഗ്രാഫ് സ്പേസിംഗ് പഠിച്ചു. റൈറ്റ്, ഓരോ പാരഗ്രാഫിലും തമ്മിലുള്ള സ്പേസ് എങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് പഠിച്ചു. റൈറ്റ്, ലൈക്ക് വൈസ് വി ക്യാൻ ഗിവ് എക്സ്ട്രാ സ്പേസ് ബിറ്റ്വീൻ ദി മാർജിൻ. അതായത് ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് എക്സ്ട്രാ സ്പേസ് കൊടുക്കാൻ പറ്റും. ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ? യെസ്, you can see the extra spaces. That is called an indentation. Okay, so let's see what is an indentation. An indentation 4 types ഉണ്ട്. So എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. Okay, so there are 4 types of indentation. First line indentation, hanging, left and right. Okay, അപ്പോൾ ഇതിൽ എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. Okay, so first line indentation എന്ന് പറയുന്നത് see നമ്മൾ എല്ലാത്തിലും പാരഗ്രാഫ് ഏത് ലൈൻ ആണോ അത് സെലക്ട് ചെയ്യണം. ഓക്കെ, സോ ഗോ ആൻഡ് സെലക്ട് ദി ലൈൻസ് which has been indented and paragraph dialog box select ചെയ്യാം. So a new dialog box will appear. Right, here you can see indentation left, right. കണ്ടോ? So now we can give the left. ലെഫ്റ്റിൽ നമ്മൾ ആഡ് ചെയ്യണം. സോ പ്രിവ്യൂ നോക്കാം. See the preview ചേഞ്ച് ആവുന്നുണ്ടോ? സോ ലെഫ്റ്റ് സൈഡിലുള്ള സ്പേസ് എക്സ്ട്രാ സ്പേസ് ആഡ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഗിവ് ഓക്കെ. സോ ക്യാൻ യു സീ ദി ചേഞ്ച്? ലെഫ്റ്റ് സൈഡില് എക്സ്ട്രാ സ്പേസ് വന്നു. റൈറ്റ്, നൗ ലെറ്റ്സ് സീ ദി റൈറ്റ് indentation. കണ്ടോ, സ്പേസ് ഇത്രേ ഉള്ളൂ. റൈറ്റ്, നൗ വി ആർ ഗോയിങ് ടു change the right alignment. Okay, so go and click on the right preview. Can you see the preview here? Click on OK. So can you see the change? Extra space will add. Right, yes. Now we are going to see the first line indentation. എന്താണ് first line indentation? First line ഉള്ള പാരഗ്രാഫ് മാത്രം indent ആവും. So go and click on the option special. So here you can see first line. Click on first line and give OK. കണ്ടോ, ഇവിടെ സ്പേസ് വന്നതുണ്ടോ? ഫസ്റ്റ് ലൈനിൽ മാത്രം എക്സ്ട്രാ സ്പേസ് ആഡ് ആയി. റൈറ്റ്, now hanging. You can see what is a hanging. Select the text. Go and click on hanging and click on OK. See, can you see the change? So I hope you all have got an idea about the alignment and indentation. Right, now let's do an activity. Take page number 33, question answers. The first question. Try to answer the first question.
What do you understand paragraph alignment? Name the different types of paragraph alignment. Write in the rough book. Okay, rough book il ezhudha. First question the answer. Okay, rough book il ezhudittu enikku ayichu theriya. Okay, so I hope you all got an idea about this. So if there is any doubt, you can contact me. See you in the next session.